നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GSTR1 വരുന്ന അൺസർട്ടൺ ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് അൺസർട്ടൺ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുക, അത് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അൺസർട്ടൺ ട്രാൻസാക്ഷൻസ് വരുന്നത്, ആ അൺസർട്ടൺ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അൺസർട്ടൺ ട്രാൻസാക്ഷൻ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. ഇപ്പോൾ ടാക്സിന്റെ റേറ്റ് നമ്മൾ തെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു, അതേപോലെ തന്നെ പാർട്ടികളുടെ GST രജിസ്ട്രേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്തെല്ലാം മിസ്റ്റേക്കുകളാണോ അതിൽ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഈ അൺസർട്ടൺ ട്രാൻസാക്ഷനിലാണ് റിഫ്ലക്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ എല്ലാ മാസവുമാണ് ഞാൻ ക്ലാസ് തുടങ്ങുക. ഇനി നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓഗസ്റ്റില് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഓഗസ്റ്റ് 1 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ താല്പര്യമുള്ളവര് എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരും. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മൾക്ക് GSTR1 നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ മുകളിൽ ഗോ ടൂലേക്ക് പോയി ഇവിടെ നമുക്ക് GSTR എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ GSTR1 എല്ലാ ഡീറ്റെയിൽസും വരും. ഇവിടെ നമുക്ക് GSTR1 നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡേറ്റ് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളുടെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ അൺസർട്ടൺ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ 6, അതായത് നമ്മുടെ 6 വൗച്ചേഴ്സ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ അൺസർട്ടൺ ട്രാൻസാക്ഷൻ ആയിട്ട് എന്താണ് 3 വന്ന് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെയാണ് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആക്കേണ്ടത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഓഫ് ദ പാർട്ടി ആർ ഇൻവാലിഡ് ഓർ നോട്ട് സ്പെസിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് GST രജിസ്ട്രേഷന്റെ നമ്മൾക്ക് GST രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കിവിടെ എൻ്റർ അടിക്കാം. അപ്പൊ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് എൻ്റർ അടിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് GST നമ്പർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് GSTയുടെ നമ്പർ നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ GSTയുടെ നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ പാർട്ടിയുടെ GST നമ്പർ ഞാനിവിടെ കൊടുത്തു. ഞാനിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് ഞാൻ ആ ട്രാൻസാക്ഷൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ നിന്ന് പോയിട്ടുണ്ട്. അടുത്തത് നോക്കാം. ടാക്സ് റേറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ്. ടാക്സ് റേറ്റ് സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എന്താണ്, എങ്ങനെയാണ് അത് നമ്മൾക്ക് സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, CGST ആൻഡ് SGST എമൗണ്ട് കാനോട്ട് ബി ഡിഫറെന്റ്. അതെന്താണ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ്. കാരണം ചിലത് ഒന്നായിരിക്കണമല്ലോ. അപ്പൊ ഇത് രണ്ടും നമുക്ക്, അപ്പൊ ഈ ഒരു 2 ട്രാൻസാക്ഷൻ നമുക്ക് ഒരു എൻട്രിയിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ടാക്സ് റേറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇവിടെ CGST മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ, SGST ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ഈ ഐറ്റത്തിന് മുകളിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് ഓൾട്ടർ ചെയ്യാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൺട്രോൾ എൻ്റർ അടിച്ചു. നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ചിട്ട് നോക്കാം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ CGSTയുടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ SGSTയുടെ റേറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ 6 ആണ് കൊടുക്കാം, കാരണം 1266 ആണല്ലോ ഡിവൈഡ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ
എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് CGST മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ CGST കൊടുത്തു. അടുത്തത് എന്താണ്, നമുക്കിവിടെ SGST കൂടി നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് SGST നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. SGST നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ SGSTയുടെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു എൻട്രി നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എൻട്രി നമുക്ക് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ റിപ്പോർട്ടിലേക്ക് വരാം. വീണ്ടും നമുക്ക് GSTയുടെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. മുകളിൽ ഗോട്ട് എടുത്തു, നമുക്ക് GSTR1 നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. GSTR1 എടുത്തു, നമുക്ക് ജസ്റ്റ് നമുക്ക് ഡേറ്റ് കൊടുക്കാം. നമുക്ക് ഇവിടെ നമുക്ക് അൺസർട്ടൻ ട്രാൻസാക്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ നമുക്ക് ആ എൻട്രി അതൊന്ന് ഇപ്പൊ ആ മിസ്റ്റേക്ക് അതൊന്ന് പോയിട്ടുണ്ട്. അതായത് ടാക്സ് റേറ്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളതും, അതേപോലെ തന്നെ CGSTയിലും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ ക്ലിയർ ചെയ്തപ്പോൾ ആ ഒരൊറ്റ ഇതിൽ ക്ലിയർ ചെയ്തപ്പോൾ ആ 2 മിസ്റ്റേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഈസ് നോട്ട് മാപ്ഡ് ടു ദ യൂണിറ്റി ക്വാണ്ടിറ്റി കോഡ്. അതായത് UQC കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കിവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതൊരു ഐറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും GST ഡിപ്പാർട്ട്മെന്റ് അതിലെ UQC കോഡായിട്ടാണ് അത് ട്രാക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ യൂണിറ്റ് അടിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ നമ്പർ എന്നുള്ളത് മാത്രം അടിച്ചാൽ പോരാ, അവിടെ UQC കോഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് നമുക്കിവിടെ എൻ്റർ അടിക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പൊ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് നമ്പർ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് നമ്പേഴ്സിലേക്ക് നമുക്കിവിടെ വന്നു. ഇവിടെ നമുക്ക് നമ്പേഴ്സിലേക്ക് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയുന്നതാണെന്നുണ്ടെങ്കിൽ മിസ്മാച്ച് ഇൻ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ബിറ്റ്വീൻ ദ പാർട്ടി ആൻഡ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ജയലക്ഷ്മിയുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും മിസ്മാച്ച് ഇൻ ഡീറ്റെയിൽസ് ഓഫ്, അതായത് അപ്ലൈ ചേഞ്ചസ് ഫ്രം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എൻ്റർ അടിച്ചാൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് ഇത് എൻ്റർ അടിച്ചിട്ട് നമുക്കതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് നമുക്കതൊന്ന് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അൺസർട്ടൻ ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല. കാരണം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ അൺസർട്ടൻ ട്രാൻസാക്ഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.